ശബരിമല സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ ഭക്തജനങ്ങളെ റോഡിലിറക്കി അതിനെതിരെ സമരം ചെയ്യിച്ച NSSൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ മുഴുവൻ ഹിന്ദു സമുദായത്തെയും പ്രത്യേകിച്ച് നായർ സമുദായത്തെയും അതോടൊപ്പം തന്നെ അയ്യപ്പ ഭക്തന്മാരെയും അവഹേളിക്കുന്ന രീതിയിൽ പിണറായി സർക്കാരിന് കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ ശബരിമല നീതിയെക്കുറിച്ച് വാഴ്ത്തിപ്പാടുകയും NSSൻ്റെ താല്പര്യങ്ങൾക്ക് ഉപരിയായിട്ട് ഒരു കുടുംബത്തിൻ്റെ, അതായത് സുകുമാരൻ നായരും അവരോട് ബന്ധപ്പെട്ട ഒരു കോക്കസിൻ്റെ താല്പര്യമനുസരിച്ച് മുഴുവൻ ഹിന്ദുക്കളെയും അവഹേളിക്കുന്ന തരത്തിൽ ഈ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചതിൽ അദ്ദേഹത്തോടുള്ള ഞങ്ങൾക്ക് ആർക്കും NSSനോട് വിരോധമില്ല. കാര്യം മഹാനായ മന്നത്ത് പത്മനാഭൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആ മഹത്തായ പ്രസ്ഥാനത്തോട് ബഹുമാനവും ആദരവുമൊക്കെയാണ് ഞങ്ങൾ NSSൻ്റെ പ്രവർത്തകരുമാണ്. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയുടെ ഈ താന്തോന്നി തരത്തിന് കൂട്ടുനിൽക്കാൻ ഇവിടുത്തെ NSSന് കഴിയില്ല, ഇവിടുത്തെ നായന്മാർ കഴിയില്ല, അതുപോലെ തന്നെ ഇവിടുത്തെ ഹിന്ദുക്കൾക്കും അയ്യപ്പ ഭക്തന്മാർക്കും കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള എതിർപ്പ് പ്രകടമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ ഒരു ഫ്ലെക്സ് ഇവിടെ സ്ഥാപിക്കുകയാണ്. ഇതും ശേഷം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്ക് മാറ്റമുണ്ടായില്ലെങ്കിൽ ഞങ്ങൾ സമരപരിപാടികൾ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകും. ഈ NSSൻ്റെ നേതൃത്വത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഞങ്ങളുടെ കരയോഗങ്ങളിൽ പ്രമേയം പാസ്സാക്കി അത് വിജയിപ്പിച്ചെടുക്കാനുള്ള പരിശ്രമത്തിലാണ്. പരിശ്രമം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പരിശ്രമം വിജയിക്കും. കാര്യം ഞങ്ങളുടെ കരയോഗത്തിലെ ഭൂരിപക്ഷം ആൾക്കാരും ഞങ്ങളോട് അനുകൂലമാണ്. അതോടൊപ്പം തന്നെ ഈ ശബരിമല പ്രക്ഷോഭത്തിനോട് അനുകൂലമായിരുന്നു. അതുകൊണ്ട് NSS നേതൃത്വത്തിനോടുള്ള ഈ ഒരു എതിർപ്പ് ഞങ്ങൾ ഇവിടെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്.